ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താലോ. അപ്പൊ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യം കേട്ടോ, വല്ലാത്ത ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലിടയ്ക്ക് ഞാൻ കോവിഡിന്റെ സമയത്ത് അത് തുടങ്ങിയിട്ട് ഇപ്പൊ 5-6 വർഷമൊക്കെ ആയിട്ടോ. ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങിയിട്ട് അതിലിടയ്ക്ക് നന്നായി റീച്ചൊക്കെ കിട്ടി വന്ന സമയത്ത് തന്നെ ഞാനത് നിർത്തി. കാരണം അതിനൊരു സമയം കിട്ടാതെ വന്നപ്പോഴൊക്കെ പിന്നെ അങ്ങനെ ഇതിൽ നിന്നത് ടച്ച് വിട്ടു. അപ്പൊ അങ്ങനെയായിട്ട് നിന്ന കാരണമാണ് ഇതിങ്ങനെ ആയത്. പിന്നീട് ഇപ്പൊ വീണ്ടും എനിക്ക് വീണ്ടും ആ ഒരു ഇഷ്ടം അങ്ങനെ വന്നതാണ്. അപ്പൊ വീണ്ടും തുടങ്ങി ഞാൻ ആ ചാനൽ തന്നെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അപ്പൊ വീടിന്റെ അകത്തൊക്കെ മാറാല വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരണം എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എനിക്ക് എക്സാം ഉണ്ട്. അപ്പൊ ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളിലും ഒക്കെയാണ്. അപ്പൊ കിട്ടുന്ന വീഡിയോസ് വളരെ കുറച്ച് 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ ഉള്ളൂ. അത് അങ്ങനെ ഇടാന്ന് കരുതി. ഇനി നമുക്കിനി സ്കൂൾ തുറന്നാലും തീരെ സമയം കിട്ടില്ല. അപ്പോ നമ്മളുടെ സോഫ ഷീറ്റും ഒക്കെ അത് കുട്ടികൾ ഇങ്ങനെ ടി വി കാണാതിരിക്കുന്ന സമയത്ത് ആ ഷീറ്റൊക്കെ വലിച്ചിടും. അപ്പോ അതൊക്കെ ഒന്ന് കുടഞ്ഞിരിക്കുകയും വേണം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ കേട്ടോ. വൈകുന്നേര സമയമാണ്. മാറാതെ തട്ടലും മുറ്റത്തെ പണികൾ കുറച്ച് ഒരുവിധം കഴിഞ്ഞു. അടിച്ചു വാരല് ഇനിയും കുറച്ചും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ അകത്തും അടിച്ചു വാരി കഴിഞ്ഞാല് ഏകദേശം പണികളൊക്കെ ഒന്ന് ഒതുങ്ങി. അപ്പൊ മോള് ഇന്ന് പോയി. മോനിന്ന് അനുമോദനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ ഇടണം. അതൊരു ദിവസം വളരെ കുറച്ചേ ഉള്ളൂ. എനിക്ക് കൂടുതലൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പറ്റുന്ന കാര്യങ്ങൾ ഫോട്ടോസും വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടാ. അപ്പൊ ഇനി ഇവിടെ ഒന്ന് അടിച്ചു മാറ്റാം. മാറാതെ തട്ടി കഴിഞ്ഞു. എത്ര നമ്മൾ മാറാതെ തട്ടിയാലും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം പല്ലിയും ഒക്കെ ആയിട്ട് എട്ടുകാലും നിറയെ ഉള്ളത് കൊണ്ടാവാം എന്താണെന്നറിയില്ല. അപ്പോ നമ്മള് കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ എല്ലാ റൂമിലും ഹാളിലൊക്കെ ഇതുപോലെ മാറാല വന്നുകൊണ്ടിരിക്കും. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ വരുന്നില്ലേ, ഏതെങ്കിലും ഭാഗങ്ങൾ കിട്ടുന്നത്. നമുക്ക് വലിയ ട്രൈപോഡും കാര്യങ്ങളും ട്രൈപോഡ് ഉണ്ട്, പക്ഷെ അത്രണ്ട് ക്വാളിറ്റി ഉള്ളതല്ല. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാണ്ട് ഉപയോഗിക്കാന്ന് മാത്രം. അങ്ങനത്തെ ആണ്. അപ്പൊ അതുകൊണ്ട് അതിൽ വരുന്നില്ലേന്ന് നോക്കുകയാണ് കേട്ടോ. മിക്ക വീഡിയോയിലും അതിങ്ങനെ കാണാം, ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഞാൻ പിന്നെ അത് കട്ട് ചെയ്യാനും നിൽക്കാറില്ല. അപ്പൊ മോൻ കൊടന്നിട്ടേ അത് ഉണങ്ങിയിരിക്കുന്നു. ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയില്ലായിരുന്നു. അപ്പൊ അത് ഉണങ്ങിയത് ഞാൻ മടക്കി എടുത്തേക്കാണ്. എന്നിട്ട് ഇവിടേക്ക് ഒന്ന് അടിച്ചു വരട്ടെ. ഉമ്മറത്ത് എത്ര അടിച്ചു വാരിയിട്ടും എന്ന് തുടച്ചിട്ടതാ. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ പുറത്ത് അവര് കളിക്കും. മോനൊക്കെ കളിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേറുമ്പോ അങ്ങനെ ചളി കയറ്റും. അതാണ് അവസ്ഥ. അപ്പോ എന്റെ കോട്ട് അവിടെ വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്തു കൊണ്ടുവരട്ടെ. കുറച്ചൊക്കെ അത് ഉണങ്ങിന്ന് പറയാൻ വയ്യ, വെള്ളമൊക്കെ പോയിരിക്കുന്നു. ഇപ്പൊ അവിടെ പുറത്തിട്ട് കഴിഞ്ഞാലേ പൂച്ചയൊക്കെ അത് നാശാക്കും. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ട് കൊടന്ന് വെക്കാം. അപ്പൊ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങള്. വീഡിയോ കാണുമ്പോ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ. വീഡിയോ കാണുന്നവരുണ്ട്. അപ്പോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി അവിടെ അടിച്ചോരി കഴിഞ്ഞ് ഹാളും അടിച്ചോരി കഴിഞ്ഞു. പിന്നെ നമ്മളെ അപ്പുറത്തെ പറമ്പിലേ, നമ്മളത് പറമ്പിൽ നിന്നുള്ള തേങ്ങ വീഴുന്നത് അപ്പുറത്തേക്കാണ്. അപ്പൊ അവിടെയൊക്കെ നിറയെ കാട് പോലെ കിടക്കുകയാണ്. പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, പാമ്പും ചേരയൊക്കെ ഉണ്ട്. അപ്പോ ആ നാളികേരൊക്കെ ഒന്ന് പെറുക്കി കൂട്ടാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വിളക്ക് വെക്കാനും മേലെഴുതാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീങ്ങണം. അങ്ങനെ ഉമ്മറത്ത് മാറാലൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് തട്ടട്ടെ. ചൂട് കൊണ്ട് തന്നെ ഒന്നുണ്ട് തട്ടിക്കുടഞ്ഞു. ഇനി അതൊക്കെ ഒന്ന് അടിച്ചു വരണം. അതൊക്കെ അടിച്ചു വരല് കഴിഞ്ഞാൽ നാളികേരം പെറുക്കി കുടന്നിടാനുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഇവിടേക്ക് ഒന്ന് അടിച്ചു വരിട്ടു. എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ മുറ്റത്ത് ഇറങ്ങട്ടെ. ഈ സോഫയൊക്കെ ഒന്ന് ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കുടഞ്ഞു വിരിച്ച് മുറ്റത്ത് അപ്പുറത്തെ പറമ്പിലേ നാളികേരം വീണിട്ടുണ്ട്. ഇവിടേക്കല്ല വീഴുകയും അങ്ങോട്ടാ വീഴുക. അപ്പൊ അങ്ങോട്ട് പോകലൊരു ടാസ്ക്കാണ്. കാരണം നിറയെ മഴ പെയ്തുകൊണ്ടേ പുല്ലും കാടുമാണ്. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ എഴജന്തുക്കളും ഉണ്ടാവാറുണ്ട്. അപ്പൊ തെങ്ങിന്റെ കടയ്ക്ക് 1-2 നാളികേരം വീണ് കിടക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ ഉണ്ണിക്കുട്ടനോട് പറഞ്ഞത് അത് എടുത്തിടാൻ. അവന്റെ മുന്നിൽ കണ്ട 1-2 എടുത്തിട്ടുള്ളൂ. ഇത് ഇന്നലെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു തെങ്ങിന്റെ ചോട്ടിലേ. അപ്പൊ മോനത് എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ഇപ്പൊ അടിച്ചു വരുമ്പോഴാണ് അത് കണ്ടത്.
അപ്പൊ അതൊക്കെ ഒന്ന് പെറുക്കിയിട്ടാല് പുല്ലിന്റെ ഇടയിൽ വീണ് കിടക്കുന്നതും കാണില്ല. അതാണ്. ഇപ്പൊ മഴ ഇല്ലാത്തപ്പോഴല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മഴ കൊണ്ട് വന്നാൽ എന്തു മഴയെന്നറിയോ. അപ്പൊ കുറച്ച് നേരത്തേക്ക് ഒരു ആശ്വാസം. അങ്ങനെയൊക്കെയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടാ. അപ്പോ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി കേട്ടോ. ഓക്കേ.